OET ലെറ്റേഴ്സിന്റെ പർപ്പസിൽ ആൻ അർജന്റ് അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന് തരികയാണെങ്കിൽ ആൻ ഒഴിവാക്കി ഇൻട്രൊഡക്ഷൻ എഴുതണം എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ള ലെറ്റേഴ്സിന്റെ ഓർഗനൈസേഷൻ എങ്ങനെ എഴുതാം എന്നൊന്ന് സംസാരിച്ചാലും. അർജന്റ് കേസസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഡിറ്റീരിയോറേറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ പേഷ്യന്റിന്റെ പ്രസന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അന്നത്തെ കണ്ടീഷൻ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ എഴുതേണ്ടത്. ബിക്കോസ് നമ്മുടെ റീഡറിന് ആദ്യം അറിയേണ്ടതും ആദ്യം മാനേജ്മെന്റ് കൊടുക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. പിന്നീടുള്ള കാര്യങ്ങൾ അടുത്ത പാരഗ്രാഫിൽ എഴുതിയാൽ മതിയാവും. അർജന്റ് കേസുകളുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഞാൻ താഴെ ആഡ് ചെയ്യുന്നു. ബാക്കിയുള്ള കേസസ് ഒക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത്തരം യൂസ്ഫുൾ OET റിലേറ്റഡ് ടിപ്സുകൾക്കായി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞങ്ങളുടെ എക്സ്പേർട്ട് ട്രെയിനേഴ്സിൽ നിന്നുള്ള OET ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും ഇൻഡിവിജ്വൽ ക്ലാസ്സുകളായിരിക്കും. അതും നിങ്ങളുടെ കൺവീനിയന്റ് ടൈം അനുസരിച്ച് ക്ലാസ്സുകൾ എടുത്തു തരുന്നതുമായിരിക്കും. താങ്ക് യു.